കഴിഞ്ഞ ദിവസം ക്രിക്കറ്റിനെ കൂടുതൽ ത്രില്ലിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ജൂൺ 26-നാണ് ICC അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചില നിയമപരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതോടെ ക്രിക്കറ്റ് ടീമുകൾ ഏറെ നാളായി അനുഭവിച്ചു വരുന്ന പലവിധം തലവേദനകൾക്ക് ICC പരിഹാരം കണ്ടിരിക്കുകയാണ്. മഴ പോലെയുള്ള പ്രതികൂല കാലാവസ്ഥ കൊണ്ടോ ഗ്രൗണ്ടിലെ വെളിച്ചക്കുറവ് കൊണ്ടോ വെട്ടിച്ചുരുക്കിയ T20 മത്സരങ്ങൾക്ക് അനുയോജ്യമായ പുതിയ പവർ പ്ലേ നിയമമാണ് ICC അവതരിപ്പിച്ചിരിക്കുന്നത്. 2025 ജൂലൈ മുതൽ T20 ക്രിക്കറ്റിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ പവർ പ്ലേ നിയമം അനുസരിച്ച് ഫീൽഡിംഗ് നിയന്ത്രണം ഇനി ഓവറുകളെ അടിസ്ഥാനമാക്കിയാക്കി. അതായത് എത്ര ഓവർ മാച്ചാണ് നടത്താനാവുക എന്നത് പരിഗണിച്ച് പവർ പ്ലേ ഓവറുകൾ ലഘൂകരിക്കുമെന്ന് ചുരുക്കം. മഴ മൂലം ഒരു ഇന്നിംഗ്സ് 8 ഓവറായി ചുരുക്കിയ മാച്ചിൽ 30 യാർഡ് സർക്കിളിന് പുറത്ത് 2 ഫീൽഡർമാർ മാത്രമുള്ള പവർ പ്ലേ എന്ന് പറയുന്നത് 2.2 ഓവർ അഥവാ 14 പന്തുകൾ മാത്രമായിരിക്കും. സമാനമായി 5 ഓവർ ഇന്നിംഗ്സ് ഉള്ള ഒരു മാച്ചിൽ 1.3 ഓവറുകൾ അഥവാ 9 പന്തുകൾ മാത്രമായിരിക്കും ഇത്തരത്തിൽ പവർ പ്ലേ ഫീൽഡിംഗ് നിയന്ത്രണം ഉണ്ടായിരിക്കുക. ഇനി 6 ഓവർ വീതമുള്ള T20 മാച്ചിൽ 1.5 ഓവറിൽ മാത്രമായിരിക്കും 30 യാർഡ് സർക്കിളിന് പുറത്തെ ഫീൽഡിംഗ് നിയന്ത്രണം കാണുക. ഇത് 7 ഓവറിലേക്ക് വരുമ്പോൾ 2.1 ഓവറും 8 ഓവർ ഇന്നിംഗ്സിന് 2.2 ഓവറും 9 ഓവർ ഇന്നിംഗ്സിന് 2.4 ഓവർ പവർ പ്ലേയും ഉണ്ടായിരിക്കുമെന്ന് ICC വെബ്സൈറ്റ് പറയും. വെട്ടിച്ചുരുങ്ങിയ മത്സരം 10 ഓവറിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണം 3 ഓവറായും 11 ഓവർ മാച്ചിൽ 3.2 ഓവറായും 12 ഓവറുകൾ വീതമുള്ള മാച്ചിലേത് 3.4 ഓവറാണെന്നും ICC വ്യക്തമാക്കുന്നു. അതുപോലെ 13 ഓവർ ഇന്നിംഗ്സിൽ 3.5 ഓവർ പവർ പ്ലേയും 14 ഓവർ ഇന്നിംഗ്സിൽ 4.1 ഓവർ പവർ പ്ലേയും 15 ഓവർ ഇന്നിംഗ്സിൽ 4.3 ഓവർ പവർ പ്ലേയും 16 ഓവർ ഇന്നിംഗ്സിൽ 4.5 ഓവർ പവർ പ്ലേയുമാണ് ഉണ്ടാവുകയെന്ന് ICC പറയുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ മത്സരഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ് ബൗൾ ചെയ്യുന്ന ടീമുകൾ സമയബന്ധിതമായി ഓവറുകൾ എറിഞ്ഞു തീർക്കുക എന്ന്. അതായത് ഈ ഫോർമാറ്റിൽ ബൗളിംഗ് ടീമിന്റെ മെല്ലെപ്പോക്കിനെ കൃത്യമായി നിയന്ത്രിക്കാൻ ICC ഇതുവരെയും പ്രത്യേക നിയമങ്ങളൊന്നും പ്രയോഗിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമപരിഷ്കരണം വന്നതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബൗളിംഗ് ടീമിന് ഇനി അലസത വെടിയേണ്ടി വരും. ജൂലൈ മുതൽ ടെസ്റ്റ് മാച്ചിലെ ഓരോ ഓവർ കഴിയുമ്പോഴും ഒരു ഇലക്ട്രോണിക് സ്റ്റോപ്പ് വാച്ച് വെച്ച് ഗ്രൗണ്ടിൽ 0 മുതൽ 60 സെക്കൻഡ് വരെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇനി മുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ഒരു മിനിറ്റിനകം അടുത്ത ബൗളർ പന്തെറിയാൻ റെഡിയായിരിക്കണം. അല്ലാത്ത പക്ഷം അമ്പയർ ഫീൽഡിംഗ് ടീമിന് ആദ്യ മുന്നറിയിപ്പ് നൽകും. ഇത്തരത്തിൽ 2 വാർണിംഗ് നൽകിയാലും പ്രത്യക്ഷത്തിൽ അത് ബൗളിംഗ് ടീമിനെ കാര്യമായി ബാധിക്കില്ല. എന്നാൽ തുടർച്ചയായി മൂന്നാമതും ഫീൽഡിംഗ് ടീം സ്റ്റോപ്പ് ക്ലോക്കിനെ അവഗണിച്ചാൽ അമ്പയർ ഇടപെട്ട് 5 പെനാൽറ്റി റൺസ് ബാറ്റിംഗ് ടീമിന് നൽകും. ഇനി ആദ്യ വാർണിംഗ് ലഭിച്ച് 80 ഓവറിന് ശേഷമാണ് മൂന്നാമത്തെ വാർണിംഗ് ലഭിക്കുന്നതെങ്കിൽ അത് കണക്കിൽപ്പെടുത്തില്ല. അതായത് ഓരോ 80 ഓവറുകൾക്ക് ശേഷവും ആദ്യം ലഭിച്ച വാർണിംഗുകൾ അസാധുവാകും. ഈ 80 ഓവറിനുള്ളിൽ 3 വാർണിംഗ് കിട്ടിയാൽ മാത്രമേ ശിക്ഷയായി 5 പെനാൽറ്റി റൺസ് എതിർ ടീമിന് ലഭിക്കൂ. കോവിഡിന് ശേഷമാണ് ഫീൽഡിംഗ് ടീമിന് തുപ്പൽ തേച്ച് ക്രിക്കറ്റ് ബോൾ മിനുക്കിയെടുക്കുന്നതിന് നിയന്ത്രണം വന്നത്. നിലവിൽ പുതിയ പരിഷ്കരണം വന്നപ്പോഴും ഈ വിലക്കിന് മാറ്റമില്ല. അതേസമയം ഏതെങ്കിലും വിധത്തിൽ അമ്പയർ കാണാതെ പന്തിൽ തുപ്പലിന്റെ അംശം വന്നതായി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അമ്പയർ പുതിയ ബോൾ കൊണ്ടുവരേണ്ടെന്നാണ് ICC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ ടീമുകൾ മനഃപൂർവ്വം പന്തിൽ തുപ്പൽ തേക്കാൻ സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിയമത്തിൽ കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയത്. പന്തിൽ നനവോ അമിതമായ തിളക്കമോ കാണുന്ന സാഹചര്യത്തിൽ പന്ത് മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഫീൽഡ് അമ്പയറുടെ വിവേചനാധികാരമാണ്. പന്തിൽ തുപ്പലിന്റെ അംശം അമ്പയർ കണ്ടെത്തിയാൽ 5 പെനാൽറ്റി റൺസ് ബാറ്റിംഗ് ടീമിന് അധികമായി ലഭിക്കും. ക്രീസിലുള്ള ബാറ്റർമാർ അധിക റൺസ് ഓടിയെടുക്കാനുള്ള വെപ്രാളത്തിനിടയിൽ 22 യാർഡുള്ള ക്രിക്കറ്റ് പിച്ചിൽ മുഴുവനായി ഓടിത്തീർക്കുന്നില്ലെങ്കിൽ അമ്പയർമാർ അത് കണ്ടെത്തുന്ന പക്ഷം ബാറ്റിംഗ് ടീമിന്റെ സ്കോർ ബോർഡിൽ നിന്നും 5 റൺസ് നഷ്ടമാകും. ഏത് ബാറ്ററാണ് ഇനി അടുത്ത പന്തിൽ സ്ട്രൈക്കിൽ വരേണ്ടതെന്ന് ഫീൽഡിംഗ് ടീമിന് തീരുമാനിക്കാം. അതേസമയം ഇനി ക്രീസിലുള്ള ബാറ്റർമാർക്ക് തെറ്റ് സ്വയം ബോധ്യപ്പെട്ട് അമ്പയറെ അറിയിച്ചാൽ ആ റൺസ് വേണ്ടെന്ന് വയ്ക്കാനും സാധിക്കും. ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് പുറത്താക്കുന്ന കളിക്കാർക്ക് പകരക്കാരായി മറ്റു താരങ്ങളെ ആ മാച്ച് മുഴുവനായി കളിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ICC ശുപാർശ ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടുകളെ പോലെ ആ താരത്തിന് സമാനമായ രീതിയിൽ കളിക്കുന്ന താരം തന്നെയാകണം ഈ പകരക്കാരൻ. പരിക്കേറ്റ താരത്തിന് മത്സരക്ഷമതയില്ലെന്ന് മാച്ച് ഒഫീഷ്യലുകളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ടീമിന് കഴിയണം. പേശീവലി പോലുള്ള താരതമ്യേന ചെറിയ പരിക്കുകളൊന്നും ഇക്കൂട്ടത്തിൽ പരിഗണിക്കപ്പെടില്ല.